ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവറിബഡി. ഇപ്പോൾ വേഗം ഓടി വന്നതാണ്, ക്ലാസ് എടുക്കാനുള്ള ടൈമായല്ലോ. ബട്ട് മിസ്സിന് ദാഹിക്കുന്നു. ഐ എം ടു തേഴ്സ്റ്റി. ജസ്റ്റ് എ മൊമെന്റ്, ഐ വാണ്ട് ടു ഡ്രിങ്ക് സംതിങ്. ജസ്റ്റ് എ മൊമെന്റ്. വാ. ആശ്വാസമായി. ഇതൊരു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു അല്ലേ? നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടോ ജ്യൂസ്? നല്ല രസമല്ലേ? ഇപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു മിസ്സിന് കുറച്ചുകൂടി ഒരു എനർജി വന്നാലേ, റൈറ്റ്? ബട്ട് ഡു യു നോ ഹൗ ടു മേക്ക് ജ്യൂസ്? സപ്പോസ് ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക? ഓക്കെ, നമ്മൾ ഓറഞ്ച് എടുത്ത് പീൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ക്യൂസറിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കും, അങ്ങനെയല്ലേ? അങ്ങനെയാണോ? നോ. ദെൻ വാട്ട് വി നീഡ് ടു മേക്ക് ജ്യൂസ്? വേറെന്താ വേണം നമുക്ക്? ഓറഞ്ചും സ്ക്യൂസറും പോരാ, വേറെന്താ വേണ്ടേ? യെസ്, യു ആർ റൈറ്റ്, ജ്യൂസ് മേക്കർ. ഒരു മിക്സർ വേണം അല്ലേ? വെരി ഗുഡ്. അപ്പോൾ മിക്സറിൽ എന്താ നമ്മൾ പറയാ? സീ, വാട്ട് ഈസ് ദിസ്? യെസ്, മിക്സർ. മിക്സറിന് നമുക്ക് എന്ത് പറയും? വാട്ട് യു കോൾ ദിസ്? ദിസ് ഈസ് എ മെഷീൻ. ഓക്കെ, നമ്മൾ ഇതിനെ മിക്സറിന് എന്താ പറയാ? മെഷീൻ. ഓക്കെ, അപ്പോൾ then tell me, what is a machine? മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? Yes, a machine is a thing that makes work easier for us. അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം നമുക്ക് ഗസ്റ്റ് വന്നു അല്ലേ? ഓറഞ്ച് ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ ഉണ്ട്, ജ്യൂസ് കൊടുക്കണം. എന്ത് ചെയ്യും? നമ്മൾ ഇതെടുത്ത് ഓറഞ്ച് എടുത്ത് പീൽ ഓഫ് ചെയ്തു സ്ക്യൂസറിൽ വെച്ച് ഇങ്ങനെ നീക്കി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് എളുപ്പം നടക്കുമോ? ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം അല്ലേ? ഒരുപാട് സമയം എടുക്കും. സോ നമുക്ക് ഏതിൽ നമ്മുടെ വർക്ക് ഈസി ആവും? മിക്സർ ഉണ്ടെങ്കിൽ അല്ലേ? സോ എ മെഷീൻ ഇസ് എ തിങ് ദാറ്റ് മേക്സ് വർക്ക് ഈസിയർ ഫോർ അസ്. ഓക്കെ, അപ്പോൾ അതാണ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ okay, I will show you some simple machines. What is this? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? എല്ലാവരും വീട്ടിലുണ്ട്. What is this? Yes, it is a scissor. So it also a machine അല്ലേ? Simple machine ആണ്. Okay, then എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ? What is this? This is a sharpener. അല്ലേ? This is a sharpener. Very good. ഇതും ഒരു മെഷീനാണ് അല്ലേ? വെരി ഗുഡ്. Then what is this? This is a knife. അപ്പോൾ നമ്മൾ സിമ്പിൾ മെഷീൻസ് ആണ് പറഞ്ഞിട്ട്. These all are simple machines. ഏതൊക്കെയാ? Scissor, sharpener, knife. Okay, these are simple machines. Then tell me, what work can be done using these machines? എന്ത് വർക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുക നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുന്നത്? ഏതാ? യെസ്, സിസർ യൂസ് ടു കട്ട് പേപ്പേഴ്സ് അല്ലേ? നമുക്ക് പേപ്പറൊക്കെ കട്ട് ചെയ്യാനായിട്ട്, ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടും അല്ലേ? ദെൻ what about this sharpener? We used to sharpen the pencil അല്ലേ? പെൻസിലിന് നല്ല മൂർച്ച വയ്ക്കണമെങ്കിൽ നമുക്ക് ഇത് വേണം. സോ ഇറ്റ് ഈസ് ഓൾസോ എ മെഷീൻ. ദെൻ വാട്ട് അബൌട്ട് നൈഫ്? ഈ നൈഫ് കിച്ചണിൽ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? വെജിറ്റബിളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബൈറ്റ് ചെയ്ത് സ്മോൾ പീസസ് ആക്കി നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റുമോ? No, it's not possible. So it is also a machine. So a machine is a thing that makes our work easier. നമ്മുടെ വർക്ക് നല്ല സിമ്പിളാക്കി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മെഷീൻ. അപ്പോൾ ഈ മെഷീൻസ് എല്ലാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മിസ് പറഞ്ഞു. You can say in sentence. ഇപ്പോൾ മിക്സറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മിക്സർ ക്യാൻ ഗ്രൈൻഡ് അല്ലേ? അല്ലെങ്കിൽ മിക്സർ ക്യാൻ ബ്ലെൻഡ്. ഓക്കെ, ഷാർപ്പനർ ക്യാൻ ഷാർപ്പൻ.
sharpen the pencil. Scissor can cut the things. Then what about knife? Knife can cut vegetables. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, but you have to say sentence. Okay, the name of machine and what it can do. അതിനെന്താ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഒരു സെൻറ്റൻസിൽ പറയണം. Then what you have to do, നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് മെഷീൻസ് ഉണ്ടല്ലേ, so you have to say about that machines. ഇപ്പോൾ ഒരു മെഷീൻ എടുത്ത് വെച്ചിട്ട് അത് പറയണം, നെയിം ഓഫ് വാട്ട് ഈസ് ദ നെയിം ഓഫ് മെഷീൻ ആൻഡ് വാട്ട് ഇറ്റ് ക്യാൻ ഡു. ഓക്കെ, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മിസ്സിന് ഷെയർ ചെയ്യണം. അത് ഇൻ സെൻറ്റൻസിലായിരുന്നു. അപ്പോൾ മിസ് പറഞ്ഞ പോലെ മിക്സർ ക്യാൻ ഗ്രൈൻഡ് അല്ലേ, മിക്സർ ക്യാൻ ബ്ലെൻഡ്, ഷാർപ്പനർ ക്യാൻ ഷാർപ്പൻ, സിസർ ക്യാൻ കട്ട്. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു സെൻറ്റൻസിൽ മിസ്സിന് ഷെയർ ചെയ്യാം. ഓക്കെ, സി വാട്ട് ഈസ് ദിസ്? യെസ്, roller skater. Very good. Then what is this? Bicycle. Very good. Then what is this? Wheelchair. What is this? Lawn mower. Okay, and these all are machines. Okay, these are also machines. അപ്പോൾ ഇതും മെഷീൻസ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കുറച്ച് മെഷീൻസ് പറഞ്ഞു, ദെൻ ഇതും മെഷീൻസ് ആണെന്ന് പറഞ്ഞു. ദെൻ ടെൽ മീ വാട്ട് ഈസ് സെയിം അബൌട്ട് ഓൾ ദോസ് മെഷീൻസ്? ദാറ്റ് മീൻസ് റോളർ സ്കേറ്റർ, വീൽ ചെയർ, ബൈസിക്കിൾ, ദെൻ ലോൺ മൂവർ. അതിലെല്ലാം എന്താ നിങ്ങൾ സെയിം ആയിട്ട് നോട്ടീസ് ചെയ്തത്? Oh, you are right. Wheels. Very good. ആ മെഷീൻസിലെല്ലാം വീൽസ് ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ നേരത്തെ കാണിച്ച മിക്സർ, ദെൻ നൈഫ്, ഷാർപ്പനർ, അതിലൊന്നും നമ്മൾ വീൽസ് കണ്ടില്ല. ബട്ട് ദീസ് മെഷീൻസ് ഹാസ് വീൽസ് അല്ലേ? Then tell me, how does it move? Yes, it moves on wheels. So wheel also a machine അല്ലേ? Okay, അപ്പോൾ a wheel is a machine that has things to move faster. Okay, നമുക്കിപ്പം റോളർ സ്കേറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീലില്ലാത്തൊരു സ്കേറ്റർ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമോ? വീലുണ്ടെങ്കിലല്ലേ ഇത് മൂവ് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. സോ വി നീഡ് വീൽസ് ഓൺ ദം. ദെൻ വാട്ട് അബൌട്ട് ദാറ്റ് ബൈസിക്കിൾ? ബൈസിക്കിൾ എന്ന് പറഞ്ഞ പേരുണ്ട്. ദെൻ ഇഫ് ദർ ആർ നോ വീൽസ്, വാട്ട് വിൽ ഹാപ്പൻ? He can ride. Okay, and it could not move. അത് മൂവ് ചെയ്യാൻ പറ്റില്ല. So those machines need wheels. Okay, so a wheel is a machine that has things to move faster. Like fast ആയിട്ട് മൂവ് ചെയ്യണമെങ്കിലും അത് വേണം. So what would happen if there were no wheels on them? If there were no wheels on them, then it won't work. It won't move. Like move ചെയ്യോ വർക്ക് ചെയ്യോ ഒന്നും ചെയ്യില്ല. So those machines need വീൽസ് അല്ലേ? ആ വീൽസ് ആ മെഷീൻസ് ആവശ്യമാണ് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോൺ മൂവറൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനം നമുക്കിങ്ങനെ എടുത്ത് വെച്ചിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദെൻ ഓക്കെ, ദെൻ ഐ വിൽ ഷോ യു സം അതർ മെഷീൻസ്. ഓക്കെ, സി വാട്ട് ഈസ് ദിസ്? റാം. ഹാവ് യു സീൻ എനിവെയർ ദിസ്? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ റാം? നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകുന്നതല്ലേ, കറങ്ങി നടക്കാറുണ്ടല്ലേ? അപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഈ റാം. ഇവിടെ കണ്ടിട്ടുണ്ട് റാം. ആൻഡ് വാട്ട് ഈസ് ദിസ്? സ്ലൈഡ് അല്ലേ? ഓക്കെ, വി ക്യാൻ സീ ദിസ് ഇൻ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻസ്, ദെൻ ഷോപ്പിംഗ് മാൾ. നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ലൈഡ് ആൻഡ് റാം നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ക്യാൻ ഹാവ് ടു lift up, pulling up things easily. നമുക്ക് ഇതുണ്ടെങ്കിൽ റാമ്പും ഈ സ്ലൈഡൊക്കെ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ നല്ല സിമ്പിളായിട്ട് കയറ്റി കൊണ്ടുപോകാനാണ്. നിങ്ങൾ റാമ്പ് കണ്ടിട്ട് അപ്പോൾ എയർപോർട്ട്, ദെൻ റെയിൽവേ സ്റ്റേഷൻ, ഷോപ്പിംഗ് മാൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് കാല് സുഖമില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലേ വീൽ ചെയറിലൊക്കെ വരുന്നത്. സോ നമുക്ക് സാധാരണ ഒരു സ്റ്റെപ്പ് വഴി അവർക്ക് പോകാൻ പറ്റുമോ? നോ. സോ എങ്ങനെ നമുക്ക് അവരെ കൊണ്ടുപോകാം? വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന ആളെ
റാമ്പ് അല്ലേ, റാമ്പ് ഓർ സ്ലൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതുവഴി സിമ്പിളായിട്ട് ഒരു ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ടല്ലേ, ഹോസ്പിറ്റൽസിൽ ഒരു സൈഡിൽ സ്റ്റെപ്സ് ആണെങ്കിൽ ഒരു സൈഡ് നല്ല ഏരിയയിൽ റാമ്പ് സ്ലൈഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. സോ ദേ യൂസ്ഡ് ടു മൂവ് ദാറ്റ് സ്ട്രക്ചർ, ദെൻ ദാറ്റ് വീൽ ചെയർ, അതൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിലി പുള്ളി ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലൈഡ് ആൻഡ് റാമ്പ് യൂസ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ യൂസ് സ്ലൈഡ് ആൻഡ് റാമ്പ് ടു പുള്ളിങ് അപ്പ് തിങ്സ് ഈസിലി. നമുക്ക് സുഖമായിട്ട് വലിച്ചുകൊണ്ട് പോകാം. അങ്ങനെ ഒരു സ്ലൈഡും റാമ്പും. സോ ദോസ് ആർ ഓൾസോ മെഷീൻസ് അല്ലേ, അതും ഒരു മെഷീൻ തന്നെയാണ്. ദെൻ വി ക്യാൻ സീ ദാറ്റ് ഇൻ ഗ്യാരേജസ് ഓൾസോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കാറൊക്കെ വലിയ കണ്ടെയ്നറിൽ വരും അല്ലേ, ദെൻ കാറിങ്ങനെ താഴ്ത്തിട്ട് ഇറക്കുന്നത്. ദേ ആർ യൂസിങ് ഓൾസോ ദാറ്റ് റാമ്പ് അല്ല, ഒരു സാധനം ഇങ്ങനെ അയൺ ഇതുള്ള ഇതിങ്ങനെ ചരിച്ചിങ്ങനെ വെക്കും. ചരിഞ്ഞ ഒരു ഇതാണ് അതിൻ്റെ റാമ്പ്, അതിങ്ങനെ വെച്ചിട്ട് അതുവഴിയാണ് അവർ ഇതിന് കണ്ടെയ്നറിൽ നിന്ന് കാറ് ഓടിച്ച് താഴേക്ക് ഇറക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ, അവിടെയും ഉണ്ടാവും വർക്ക്ഷോപ്പിൽ. അത് കാർ വാഷിങ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവരിങ്ങനെ കയറാനായിട്ട് അവിടെ ഒരു സ്ലൈഡ് മാതിരി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ദ തിങ്സ് ടു പുള്ളിങ് അപ്പ് ഈസിലി. അപ്പോൾ അതും ഒരു മെഷീനാണ്. ദെൻ വാട്ട് ഈസ് ദിസ്? കളിച്ചിട്ടുണ്ടല്ലേ, പാർക്കിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ. യെസ്, സീസോ. ഇത് ശരിക്കും എന്താ? ഇത് മെഷീനാണോ? മിസ് എന്താ ഇത് മെഷീൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ എ മെഷീൻ. ഇത് നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് ഇതിനകത്ത് സീസോയിൽ കളിക്കാറുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ ആ സൈഡ് ലിഫ്റ്റപ്പ് ചെയ്യും. ദെൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോകുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ സൈഡ് ഡൗൺ ചെയ്യും. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ദാറ്റ് ഈസ് ഓൺ ഗ്രാവിറ്റി. അതൊരു സിസ്റ്റം അവിടെ നടത്താവുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾക്ക് ലിഫ്റ്റപ്പ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ കുറച്ചധികം നേരമൊക്കെ പിടിച്ച് പൊക്കി വയ്ക്കാൻ പറ്റുമോ? നോ അല്ലേ. സോ ഇറ്റ് ഈസ് ഓൾസോ എ മെഷീൻ. ഇത് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് കാണാം. സീ, ഇതൊരു സീസോ ലിഫ്റ്റാണ്. സോ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ വലിയ ഫ്ലാറ്റൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തിൽ ഒരു സൈഡിൽ ഇങ്ങനെ ആ ഒരു മെറ്റൽ മിക്സറൊക്കെ ഇങ്ങനെ കയറി പോകും. അപ്പോൾ താഴേക്കൊരു എംപ്റ്റി ബോക്സ് വരുന്നുണ്ടാവും. ദെൻ വീണ്ടും അത് എടുത്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇങ്ങനെ. അപ്പോൾ നമുക്ക് വി ക്യാൻ ലിഫ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ തിങ്സ് ഈസിലി. സോ സീസോ ലിഫ്റ്റ് അല്ലേ. ഇറ്റ് ഓൾസോ ഹെൽപ്പ് അസ് എന്താണ് നമ്മുടെ വർക്ക് ഈസി ആക്കാൻ വേണ്ടി. സോ ഓൾ ദീസ് ആർ കോൾഡ് മെഷീൻസ്. ഇതെല്ലാം നമ്മൾ പറയുന്നത് മെഷീൻ എന്നാണ്. അപ്പോൾ മനസ്സിലായില്ലേ മെഷീൻ എങ്ങനെയാണ് നമ്മുടെ വർക്ക് ഈസി ആക്കുന്നതെന്ന് അല്ലേ. ഇനി വീട്ടിൽ നിങ്ങൾക്ക് ഉണ്ട്, എന്താണിത്? നമ്മുടെ വാഷിംഗ് മെഷീൻ. ഒന്ന് ഓർത്ത് നോക്കിയേ, ആ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ കുറേ മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്യും? ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് അല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഷ് ചെയ്താലും രക്ഷയുണ്ടാവില്ല. സോ നമുക്ക് വാഷിംഗ് മെഷീൻ നമ്മുടെ വർക്ക് കുറേ ഈസി ആക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ടൈം സേവ് ചെയ്യാനായിട്ട് നമ്മുടെ വർക്ക് ഈസി ആക്കാനായിട്ട് മെഷീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മെഷീൻസ് ഉണ്ടല്ലേ. ഇതുപോലെ എല്ലാ മെഷീൻസും എടുത്ത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് മെഷീൻ ആൻഡ് വാട്ട് വർക്ക് ക്യാൻ ബി ഡൺ വിത്ത് ദാറ്റ് മെഷീൻ, ദെൻ അതിന് വീൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ്, അതെല്ലാം മിസ്സിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ഓക്കെ, then tell me, what did we learn today? Yes, we learned about machine. അല്ലേ, മെഷീനെ കുറിച്ച് പറഞ്ഞത്. then ഇപ്പോൾ നിങ്ങൾ പണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന മെഷീൻസ് ഒന്നും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നില്ല. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ കണ്ടിട്ടുണ്ടല്ലേ. കമ്പ്യൂട്ടർ ഇപ്പോൾ എല്ലാവരും ലാപ്ടോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. then see, what is this? have you seen this? കണ്ടിട്ടില്ല അല്ലേ. കണ്ടിട്ടില്ലാൻ ചാൻസ് കുറവാണ്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് റൈറ്റർ. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് എ ടൈപ്പ് റൈറ്റർ. ഇതെന്താ, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് മാനുവലായിട്ട് അടിച്ച് അതിൻ്റെ പ്രിൻ്റ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ ഇത് നല്ല ഫാസ്റ്റായിട്ട് വരില്ല, ഇത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് നേരം ഇതിനകത്ത് നമുക്ക് ചെയ്യണം. ബട്ട് ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ചെയ്യണമെങ്കിൽ വി നീഡ് ടു സ്റ്റാർട്ട്
എഗെയിൻ അല്ല, ആദ്യം മുതൽ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ബട്ട് കമ്പ്യൂട്ടർ, ഇപ്പോൾ കമ്പ്യൂട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? കമ്പ്യൂട്ടറായിട്ട് എന്തായി, നമ്മൾ ടൈപ്പ് ചെയ്തു. പ്രിൻറ്റിങ്ങിന് മുമ്പ് നമുക്ക് എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് ടൈം സേവിങ് ആണല്ലേ. സോ ഇപ്പോൾ ഒരു മെഷീൻ നമുക്ക് ടൈപ്പ് റൈറ്ററിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കായി. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഒരു മെഷീന് ചേഞ്ച് വന്നിരിക്കുന്നതാണ്. ദെൻ വാട്ട് ഈസ് ദിസ്? ക്വിൽ. ഓക്കെ, ഇതെന്തിനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് അറിയാമോ? വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൈറ്റ്. ഓക്കെ, പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും എഴുതാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതാണ്. ഏതെങ്കിലും നോക്കിയിട്ടാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾക്കൊക്കെ ഹോംവർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് എഴുതിയാൽ ഏത് കാലത്ത് തീരും അല്ലേ? ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. ബട്ട് നൗ വി ആർ യൂസിങ് പെൻസിൽസ് ആൻഡ് പെൻസ്. സോ our work is very easy. നമുക്ക് വർക്ക് സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാമല്ലേ? സോ ഇതും ഒരു ചേഞ്ചാണ്. എങ്ങനെ ആ ക്വില്ലിൽ നിന്ന് നമ്മൾ പെന്നിലേക്ക്, പെൻ എന്ന മെഷീനിലേക്ക് ചേഞ്ച് ആയി. സോ അങ്ങനെ ദെൻ വാട്ട് ഈസ് ദിസ്? ടെലിഫോൺ. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കാം, ഇപ്പോൾ ഒരുവിധം വീടുകളിലൊന്നും ഇല്ലായിരിക്കാം. ബട്ട് ഈ ടെലിഫോൺ ഇത് വെച്ചിട്ട് മാത്രം നമുക്കിപ്പോൾ പറ്റുമായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കൂ, ഓൺലൈൻ ക്ലാസ് ആണല്ലേ. ഈ ടെലിഫോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളെങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും? മാത്രമല്ല, നിങ്ങൾ പുറത്ത് പോകുന്നുണ്ട്, പുറത്ത് പോകുമ്പോൾ ഈ ലാൻഡ് ഫോൺ എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇപ്പോൾ അത് എവിടേക്ക് ചേഞ്ച് ആയി? മൊബൈൽ. വെരി ഗുഡ്. ഇപ്പം മൊബൈലായി. സോ ഇപ്പം ഓവർ ടൈം ദ മെഷീൻസ് ഹാവ് ചേഞ്ച്ഡ്. മെഷീൻസ് ഹാവ് ചേഞ്ച് ഓവർ ടൈം. മെഷീൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്കും മെഷീൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, then tell me, what did we learn today? We learned there are different kinds of machines do different kinds of work. Like seesaw, ramp, slide are used to carry things up and down easily, and machines have changed over time. Then your activity is you have to make a machine using wheels. പേടിക്കണ്ട, സിമ്പിളാണ്. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റബ്ബർ പീസസ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു വീല് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും ചെറിയ കാർട്ടൺ ബോക്സസോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു വണ്ടി ആക്കിക്കൊള്ളുന്നേ. ഒരു വീലുള്ള ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട് മിസ്സിനൊന്ന് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ എങ്ങനെയാ ഉണ്ടാക്കല്ലേ? എന്താ ഉണ്ടാക്കുന്നത്? വീലുള്ള ഒരു മെഷീൻ. അപ്പോൾ അതുണ്ടാക്കിയിട്ട് മിസ്സിനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.